നമസ്കാരം. ഇന്ന് എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ രാത്രിയിൽ ഉറങ്ങുമ്പോൾ കാലിലെ മസിൽ പിടുത്തം, അതായത് മസിൽ ക്രാംസ് ഉണ്ടാകുന്ന പലരെയും നല്ലൊരു ഉറക്കത്തിലോട്ടൊക്കെ പോകുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അതായത് നമുക്ക് ഈ ഒരു ഉറങ്ങി വരുന്ന ഒരു സമയത്തായിരിക്കാം നമുക്ക് ഈ ബുദ്ധിമുട്ട് കാരണം നമുക്ക് കാല് നിവർത്താനോ അല്ലെങ്കിൽ കാല് മടക്കാനോ ഉള്ള ബുദ്ധിമുട്ടും അതുപോലെ തന്നെ നമുക്ക് അസഹനീയമായിട്ടുള്ളൊരു വേദനയും തോന്നാറുണ്ട്. അപ്പോൾ അത് ഉണ്ടാകാനുള്ള കൂടുതൽ കാരണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ ഈ വാതസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ വെരിക്കോസ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്കും ഇത് കാണാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൂടുതൽ നമ്മൾ AC ഉപയോഗിക്കുന്ന ആൾക്കാർക്കും കൂടുതലായിട്ട് ഈ ബോഡി വെയിറ്റ് കൂടുതലുള്ള ആൾക്കാർക്കും കാണാറുണ്ട്. പിന്നെ ഈ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ തണുപ്പിൽ നിൽക്കുന്നത്, കൂടുതലായിട്ട് തണുത്ത വെള്ളത്തിലോ അല്ലെങ്കിൽ നമ്മൾ ഇപ്പം കൃഷി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ചില ആൾക്കാർക്ക് കൂടുതൽ നമ്മൾ തണുത്ത സ്ഥലത്തൊക്കെ നിൽക്കുമ്പോഴും ഈ ഒരു ബുദ്ധിമുട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ. നമ്മൾ കഴിവതും സ്ഥിരമായിട്ട് ഈ ഒരു ബുദ്ധിമുട്ടുള്ള ആൾക്കാർ നമ്മൾ രാത്രിയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് കാലിൽ സോക്സോ അതല്ലെങ്കിൽ നമ്മൾ കട്ടിയുള്ള ബ്ലാങ്കറ്റ് പോലെ എന്തെങ്കിലും വെച്ച് കാല് നന്നായിട്ട് കവർ ചെയ്ത് കിടക്കുക. അതുപോലെ തന്നെ ഫാനിൻ്റെ കാറ്റോ അല്ലെങ്കിൽ AC-യുടെ കാറ്റൊക്കെ നമുക്ക് ഡയറക്റ്റ് കാലിലോട്ട് അടിക്കുന്നുണ്ടെങ്കിലും അത് നമ്മൾ മാക്സിമം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് ഈ കണ്ടിന്യൂസ് ആയിട്ട് ഈ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ നമ്മൾ ഒരു ചെറിയ ഏതെങ്കിലും ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മോയ്സ്ചറൈസിങ്ങോ ഇട്ട് കാല് നന്നായിട്ട് നമ്മൾ നല്ല രീതിയിൽ ലൈക്ക് മസാജിങ് പോലെ ഒരു 2 മിനിറ്റ്സ് അല്ലെങ്കിൽ 3 മിനിറ്റ്സ് നന്നായിട്ട് മസാജിങ് പോലെ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിൽ ഒരു ചൂട് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഹോട്ട് ബാഗ് പോലെ എന്തെങ്കിലും വെച്ചിട്ടും ചൂട് കൊടുത്താലും മതി. ഇത് നമ്മൾ ചെയ്യുവാണെങ്കിൽ ഈ ഒരു മസിൽ പിടുത്തം ഇങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് നന്നായിട്ട് നമുക്ക് ആ ഒരു വ്യത്യാസം ഉണ്ടാകുന്നത്.